MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് ആലത്തൂർ സബ് ജയിലിന് സമീപം നിർമ്മിച്ച ജനസേവന കേന്ദ്രം ജനങ്ങൾക്കായി സമർപ്പിച്ചു. 20 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ജനസേവന കേന്ദ്രം നിർമ്മിച്ചത്. KD പ്രസേനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾ അവരുടെ ബിൽഡിംഗ് എന്ന നിലയ്ക്ക് അതിന് MLA ഫണ്ട് അനുവദിക്കാൻ നമുക്ക് അനുവദിക്കാം. MLAയുടെ ആസ്തി വികസന ഫണ്ടാണെങ്കിലും പ്രാദേശിക വികസന ഫണ്ടാണെങ്കിലും സർക്കാർ വകുപ്പുകൾക്കുള്ള ബിൽഡിങ്ങിന് കൊടുക്കാൻ നമുക്ക് അനുവദിക്കാം. കാരണം അതിനെല്ലാം ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ബജറ്റിൽ തന്നെ തുക അനുവദിക്കാറുണ്ട്. അതിൽ നിന്ന് അനുവദിച്ചാൽ മതി എന്ന നിലപാടാണ് എപ്പോഴും എടുത്തിട്ടുള്ളത്. ആ ഒരു പരിമിതി പല സർക്കാർ ഓഫീസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മളോട് ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ പരിമിതി നമ്മുടെ മുമ്പിൽ എപ്പോഴും നിൽക്കാറുണ്ട്. അതിനെ മറികടക്കാൻ നമ്മൾ ചെയ്യാറുള്ളത് അതിനനുബന്ധമായി ഇത്തരം സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്ന പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ പണിയുന്നതിന് MLA ഫണ്ടിൽ നിന്ന് അനുമതിയില്ല. ആ ഒരു സോഴ്സ് ഉപയോഗപ്പെടുത്താൻ ആണ് പിന്നീട് അവസാനം തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ സബ് ജയിലിൻ്റെ തന്നെ ഭാഗമായി നമുക്ക് അവിടേക്ക് ഫണ്ട് അനുവദിക്കാം. അതിനെല്ലാം സ്പെഷ്യൽ ഓർഡർ വാങ്ങാൻ തീരുമാനിച്ചാൽ നമ്മുടെ സമയം വല്ലാതെ നഷ്ടപ്പെടുകയും പിന്നെ അത് വല്ലാതെ ബോധ്യപ്പെടുത്തേണ്ടി വരികയും ആ ബാധ്യതയെല്ലാം ഒഴിവാക്കിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ വിവിധ കാര്യങ്ങൾ ഉന്നയിച്ച സർക്കാർ ബിൽഡിങ്ങിനോട് ചേർന്നെല്ലാം ജനസേവന കേന്ദ്രങ്ങളോ ടൈറ്റോ ബ്രേക്കുകളോ പണിയുക എന്ന നിലപാടെടുത്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരിത സുഭാഷ് അധ്യക്ഷയായി. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MB കൃഷ്ണപ്രസാദ്, വൈസ് പ്രസിഡന്റ് R വിനോദ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MJ ഷമീം, അസിസ്റ്റന്റ് എഞ്ചിനീയർ G ആശ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.